ഹായ് ഓൾ, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വെജിറ്റബിൾ പ്രൊഡക്ഷനിൽ സോളനേഷ്യസ് വെജിറ്റബിൾസ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു ക്രോപ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം വാം സീസൺ സോളനേഷ്യസ് വെജിറ്റബിൾസിൽ ബാക്കിയുള്ള രണ്ട് മെയിൻ ക്രോപ്സ് ആണ് ബ്രിഞ്ചോൾ, അതുപോലെ തന്നെ ചില്ലി, വഴുതനയും നമ്മുടെ മുളകും. അപ്പൊ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പല പോസ്റ്റുകളിൽ അഗ്രികൾച്ചറിൽ തന്നെ പല പോസ്റ്റുകളിലും ഈ പറയുന്ന സൊളനേഷ്യസ് വെജിറ്റബിൾസിൽ നിന്നും അതുപോലെ തന്നെ കുക്കുർ ബിറ്റ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ഇനി വരുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിക്കവാറും ഈ പറയുന്ന വെജിറ്റബിൾസിൽ നിന്നൊക്കെ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീഡ് റേറ്റ്, സ്പേസിങ്, അത്തരത്തിൽ നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കാനുള്ള വെറൈറ്റീസ്, ഫെർട്ടിലൈസർ റിക്വയർമെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കണം. സോ നമുക്ക് ഇന്ന് ബ്രിഞ്ചോളും ചില്ലിയുടെയും ഒരു പ്രൊഡക്ഷൻ ആസ്പെക്ട്സ് ഈ പറയുന്ന സീഡ് റേറ്റ്, സ്പേസിംഗ് എല്ലാം നോക്കാം. സോ ഫസ്റ്റ് ഇസ് ബ്രിഞ്ചോൾ. ബ്രിഞ്ചോൾ എല്ലാവർക്കും അറിയാം, വഴുതന. സയന്റിഫിക് നെയിം സൊളാനം മെലോഞ്ചീന. എന്താണ് സൊളാനം മെലോഞ്ചീനയാണ് സയന്റിഫിക് നെയിം. ഫാമിലി സൊളനേസിയം. സെന്റർ ഓഫ് ഒറിജിൻ ഇൻഡോ ബർമ റീജിയൻ. അപ്പം ചില എക്സാമുകൾക്ക് സെന്റർ ഓഫ് ഒറിജിൻ ചോദിക്കാറുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓബർജിൻ ഓർ എഗ് പ്ലാന്റ് എന്ന് നമ്മൾ ബ്രിഞ്ചോളിന് അറിയപ്പെടും. കോമൺ നെയിം ബ്രിഞ്ചോൾ, സയന്റിഫിക് നെയിം സൊളാനം മെലോഞ്ചീന. ഓക്കെ. അടുത്തത് ഇനി ഈ പറയുന്ന സൊളാനം ജീനസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസ് ആണ്. ഇതിനകത്ത് ചില സ്പീഷീസിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്കിനി വരുന്ന സ്ലൈഡുകളിൽ പറയാം. അപ്പം ഈ പറയുന്നതിനകത്ത് ഇമ്പോർട്ടന്റ് സ്പീഷീസ് ആണ്. ഒന്ന് നമ്മുടെ കൾട്ടിവേറ്റഡ് വഴുതന, നമ്മുടെ കൾട്ടിവേറ്റഡ് ബ്രിഞ്ചൽ, ദറ്റ് ഈസ് സൊളാനം മെലഞ്ചീന. ദെൻ സൊളാനം ടോർവം, സൊളാനം സാന്തോകാർപ്പം, സൊളാനം ഇൻഡിക്കം, സൊളാനം മക്കാനി, സൊളാനം ഓറിക്കുലേറ്റം, സൊളാനം പിബിസിൻ, സൊളാനം റോബസ്റ്റ്. ഓക്കെ. അപ്പൊ ഇത്രയും സ്പീഷീസ് ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. ഇതിനകത്ത് പ്രത്യേകതയുള്ള സ്പീഷീസ് ഒക്കെ ഉണ്ട്, അത് നമ്മളൊന്ന് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പൊ അതിനകത്ത് ടാക്സോണമി നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ജീനസ് സൊളാനം എന്ന് പറയുന്നത് ദാറ്റ് കംപ്രൈസസ് അപ്രോക്സിമേറ്റ്ലി 2000 സ്പീഷീസ്, 2000-ഓളം സ്പീഷീസ് ഉണ്ട്. അതിനകത്ത് ട്യൂബർ ബിയറിംഗും നോൺ ട്യൂബർ ബിയറിംഗ് ഫോംസ് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിബിൾ സ്പീഷീസ് കമ്മിങ് ഉണ്ട് നോൺ ട്യൂബർ ബിയറിംഗ്. നമ്മുടെ സൊളാനം മെലഞ്ചീന, നമ്മുടെ നോർമൽ വഴുതന എന്നൊക്കെ പറയുന്നത് നോൺ ട്യൂബർ ബിയറിംഗിനകത്ത് വരുന്നതാണ്. സൊളാനം മെലഞ്ചീന ഉണ്ട്, സൊളാനം നൈഗ്രം, സൊളാനം മാക്രോകാർപ്പം, സൊളാനം ഫെറോക്സും, സൊളാനം എത്തിയോപ്പിക്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ സ്പീഷീസ് പറഞ്ഞതിനകത്ത് സൊളാനം ടോർവം, നമ്മൾ ചുണ്ടയ്ക്ക എന്ന് പറയും, അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഡ്യൂ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫിസേറിയം വിൽറ്റ് ആൻഡ് ബാക്ടീരിയൽ വിൽറ്റ്. അത് ഫിസേറിയം വിൽറ്റിനും ബാക്ടീരിയൽ വിൽറ്റിനും റെസിസ്റ്റന്റ് ആണ്. എന്താണ്? ഫിസേറിയം വിൽറ്റിനും ബാക്ടീരിയൽ വിൽറ്റിനും റെസിസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് അതെന്താണ്, നമുക്കൊരു റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യാം. എവിടെ? ഗ്രാഫ്റ്റിംഗ് പർപ്പസിന്, വെജിറ്റബിൾ ഗ്രാഫ്റ്റിംഗ് പർപ്പസിന് നമുക്കൊരു റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് എന്താണ്, കൾട്ടിവേറ്റഡ് ബ്രിഞ്ചോളിലേക്ക് നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയൽ വീറ്റിന് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും ഉപയോഗിക്കാൻ പറ്റുന്ന റൂട്ട് സ്റ്റോക്ക് ഏതാണ്? ഏതാണ് നമ്മുടെ ചുണ്ടയ്ക്ക എന്ന് പറയുന്നത്. സൊളാനം ടോർവം ക്യാൻ ബി യൂസ്ഡ് ആസ് റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ടാക്സോണമി ഇത്രയും സ്പീഷീസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതിനകത്ത് സൊളാനം മെലഞ്ചീനയാണ് നമ്മുടെ കൾട്ടിവേറ്റഡ് സ്പീഷീസ് എന്ന് അറിഞ്ഞിരിക്കുക. സൊളാനം ടോർവം ഇങ്ങനെ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇനി നമുക്ക് വെറൈറ്റീസ് ആസ്പെക്ട്സിനകത്ത് കെ യു വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ നമുക്ക് ഈ പറയുന്ന എന്താണ്, പാക്കേജ് ഓഫ് പ്രാക്ടീസിലെ വെറൈറ്റീസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് POP തന്നെ, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കുന്ന POP തന്നെ നമുക്ക് ഫുൾ നമ്മുടെ ഒരു ബൈബിൾ പോലെയാണ്. നമുക്ക് അഗ്രികൾച്ചറിന്റെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും അത് നല്ലതായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് വെറൈറ്റീസ് ഓരോ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലാതെ പുറത്തുനിന്നും IARAയുടെയും IHRന്റെ ഒക്കെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ നമ്മുടെ KU വെറൈറ്റീസും, അതിനകത്ത് ചില വെറൈറ്റീസിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, അതും മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കാം. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സൂര്യ, ശ്വേത, ഹരിത, നീലിമ, പുന്നി, ഇതെല്ലാം തന്നെയും KU വെറൈറ്റീസ് ആണ്. എല്ലാത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ ആർ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി. എല്ലാം തന്നെയും ബാക്ടീരിയൽ വിൽറ്റ് പ്രതിരോധ ശേഷിയുള്ള വെറൈറ്റീസ് ആണ്, അത് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് നീലിമ എന്ന് പറയുന്ന വെറൈറ്റിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഫസ്റ്റ് F1 ഹൈബ്രിഡ്, അതായത് വിൽറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫസ്റ്റ് F1 ഹൈബ്രിഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ഈസ് എന്താണ്? നീലിമയാണ് അതിന്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്
ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന വെറൈറ്റീസ് കൂടാണ്ട് നമ്മുടെ IAHR IARI വെറൈറ്റീസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. IARI വെറൈറ്റീസ് ജസ്റ്റ് ഈ പറയുന്ന പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഒരു ഓപ്ഷൻസിലൊക്കെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിലൊക്കെ അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാകാൻ പാകത്തിന് അറിഞ്ഞിരിക്കാം. IARIയുടെ ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ആണ് പൂസ പർപ്പിളോ, പൂസ പർപ്പിൾ ക്ലസ്റ്റർ, പൂസ ക്രാന്തി, പൂസ അൻമോൾ, പൂസ ഹൈബ്രിഡ് 5, 6, 9 ഇതെല്ലാം F1 ഹൈബ്രിഡ്സ് ആണ്. പൂസ നവനി ഇതെല്ലാം IARI റിലീസ് ചെയ്ത വെറൈറ്റി ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പൂസ. ഓക്കെ, ദെൻ IAHR അർക്ക നവനീത്, അർക്ക ഷീൽ, അർക്ക നിധി, അർക്ക കുസുംഗാർ, അർക്ക ആനന്ദ്, അർക്ക കേസവ് ആൻഡ് അർക്ക നീൽകാന്ത് ഇതെല്ലാം IAHR റിലീസ്ഡ് ബ്രിഞ്ചാൾ വെറൈറ്റീസ് ആണ്. Then moving on to climate and soil requirement. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ തക്കാളി, വഴുതന, മുളക് ഇതെല്ലാം തന്നെ ഏകദേശം അതിന്റെ ക്ലൈമറ്റിക് റിക്വയർമെന്റും സോയിൽ മറ്റ് കൾട്ടിവേഷൻ ആസ്പെക്ട്സ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. അതിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മൾ എത്ര ഇടയകലം സ്പേസിങ് കൊടുക്കുന്നുണ്ട്, എത്ര സീഡ് റേറ്റ് വേണം, എത്ര വളപ്രയോഗം പോലും മൂന്നിനും സെയിം ആണ്. അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ സ്റ്റേക്കിംഗ് വേണം, അങ്ങനെയുള്ള കോമൺ ചെറിയ ചെറിയ പ്രാക്ടീസിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ക്ലൈമറ്റിക് റിക്വയർമെന്റ് ഒക്കെ ഏകദേശം സെയിം ആണ്. So coming to brinjal, it is a warm season crop and requires a long warm growing season, but it can be successfully grown as rainy season. Rainy season summer crop ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, കൾട്ടിവേറ്റ് ചെയ്യാം. Can be grown on all types of soil. ഒട്ടുമിക്ക എല്ലാ സോയിലും പറ്റും. It grows best in loose, friable, well drained, silty loam or clay loam soils rich in organic matter, suitable ആയിട്ടുള്ള soil. And coming to seed rate, that is very important. Seed rate is 370 to 500 gram per hectare. 370 to 500 gram per hectare. Seed rate വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പം ഈ അടുത്ത് കഴിഞ്ഞ എക്സാമുകൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിക്കോട്ടെ ആ എക്സാമുകൾക്കൊക്കെ തന്നെയും ഒട്ടുമിക്ക ക്രോപ്പുകളുടെ, അതായത് ടൊമാറ്റോ ഒക്കെ എപ്പോഴും മിക്കടുത്തും കാണാറുള്ളതാണ്. ടൊമാറ്റോയും ചില്ലിയും ഒക്കെ സീഡ് റേറ്റ് ചോദിക്കാറുണ്ട്. സോ ബ്രിഞ്ചാളിന്റെ എത്രയാണ്? 370 to 500 gram per hectare. ഓക്കെ, ക്ലിയർ ആണല്ലോ. Then coming to spacing. Spacing വരുമ്പോൾ നമ്മൾ ടൊമാറ്റോയുടെ കേസിൽ 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ ഒറ്റ സ്പേസിംഗ് പറഞ്ഞു. ഇവിടെ നമുക്ക് രണ്ട് സ്പേസിംഗ് പറയാൻ കാരണം വെറൈറ്റീസ്, അതായത് ചില വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ശ്വേത, സൂര്യ എന്നൊക്കെ പറയുന്ന വെറൈറ്റീസും ലെസ് സ്പ്രെഡിങ് വെറൈറ്റീസ്, അധികം അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല, ഒരു ബുഷി നേച്ചറിലൂടെ നിൽക്കുന്ന ടൈപ്പ് വെറൈറ്റീസ് ആണ്. അപ്പൊ അതിന് നമുക്കൊരു കുറച്ച് സ്പേസിംഗ്, അതായത് 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ നമ്മൾ ടൊമാറ്റോ തരുന്ന അതേ സ്പേസിംഗ് മതി. ഇനി ചില വെറൈറ്റീസ് ഇപ്പം ഹരിത, നീലിമയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു സ്പ്രെഡിങ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്, അല്ലെങ്കിൽ വെറൈറ്റീസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രോപ്പർ ആയിട്ട് ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു വൈഡർ സ്പേസിംഗ് കൊടുക്കണം. ദാറ്റ് 75 to 90 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ സ്പേസിംഗ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം എക്സാമിന് ചോദിക്കുകയാണ് ബ്രിഞ്ചോളിന്റെ ശ്വേത വെറൈറ്റി നടുന്നതിന്റെ സ്പേസിംഗ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്ററും, ഹരിതയാണെങ്കിൽ 75 to 90 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെ ആ പറയുന്ന വ്യത്യാസമുണ്ട്, അതുകൂടി ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. അത്രയും ഇൻഡെപ്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിക്കാം. ഓക്കെ, ഇനി കമ്മിങ് ടു മാനുവറിംഗ്. മാനുവറിംഗ് നമ്മൾ നേരത്തെ ടൊമാറ്റോയിൽ കണ്ടതുപോലെ തന്നെയാണ്, സെയിം ആണ്. ഫാം യാർഡ് മാനുവർ 20 to 25 ടൺസ് പെർ ഹെക്ടർ ആണ്. 75, 40, 25 kg NPK പെർ ഹെക്ടർ. അതിന്റെ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ എല്ലാം സെയിം ആണ്. അതായത് സോളനേഷ്യസ് വെജിറ്റബിൾസിന്റെ മൂന്നിനും ഒറ്റ ഫെർട്ടിലൈസർ റിക്വയർമെന്റ് ആണ്. അത് ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ മതി. ഹാഫ് ദ ഡോസ് ഓഫ് നൈട്രജൻ, ഫുൾ ഫോസ്ഫറസ് ആൻഡ് ഹാഫ് പൊട്ടാസ്യം ദാറ്റ് ഷുഡ് ബി അപ്ലൈഡ് ആസ് ബേസിൽ, അടിവളമായിട്ട് നമ്മൾ നടുന്ന സമയത്ത് കൊടുക്കുക. പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് റിമൈനിങ് നൈട്രജന്റെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് 30 ദിവസവും 60 ദിവസവും കഴിഞ്ഞിട്ട് കൊടുക്കുക. ബാക്കി വരുന്ന പൊട്ടാസ്യം പറയുന്ന രണ്ടാമത്തെ തവണ നൈട്രജൻ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഫെർട്ടിലൈസർ റിക്വയർമെന്റ് അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന ഫെർട്ടിലൈസർ റിക്വയർമെന്റ് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 75, 40, 25 kg NPK per hectare. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആഫ്റ്റർ കൾട്ടിവേഷൻ. ആഫ്റ്റർ കൾട്ടിവേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ കൊടുക്കുക, പിന്നെ നമ്മൾ വീഡിങ് ചെയ്യുക. വീഡിങ് ഒക്കെ ചെയ്തതിനു ശേഷം ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ, ചെടിയുടെ വളർച്ച അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേക്കിംഗ് കൊടുക്കാം, ഊന്ന് നൽകി കൊടുക്കാം. Then application of 75, 25, 25 kg NPK per hectare is optimum for getting maximum yield of fruits for the variety Shweta in reclaimed alluvial soils of Kutanad. അപ്പൊ നമുക്ക് POP-യിൽ ചില ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ ചെറുതായിട്ട് ഒരു നോട്ട് പോലെ ഇങ്ങനെ കൊടുത്തേക്കാറുണ്ട്. ചില കണ്ടീഷൻസിൽ, ചില അഗ്രോ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ സോയിൽ റിക്വയർമെന്റ് അനുസരിച്ച്
ഈ പറയുന്ന ഫെർട്ടിലൈസർ ഡോസേജിലൊക്കെ നമ്മൾ ഓപ്റ്റിമം ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ദെൻ ഹൗവർ ഇത് ഇങ്ങനെ ഈ പറയുന്ന റെക്കമെൻഡേഷൻ ആണെങ്കിലും എക്കണോമിക് ഓപ്റ്റിമം ഡോസ് വാസ് ഫൗണ്ട് ടു ബി 60-20-25 kg NPK പെർ ഹെക്ടർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ആഫ്റ്റർ കൾട്ടിവേഷൻ ആസ്പെക്റ്റിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പം ബ്രിഞ്ചോൾ എന്ന് പറയുന്ന ക്രോപ്പിനകത്ത് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ക്രോപ്പിനെയൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാത്തിന്റെയും പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു പറ്റുമെങ്കിൽ നല്ല ടേബിളാക്കി തന്നെ പഠിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളൊരു 5-10 പേജ് നമ്മളൊരു POP എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട് വായിക്കുന്നതിനോ ഈക്വലന്റ് ആണ് ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് നമ്മളിത് മാറ്റുന്നത്. എന്തൊക്കെയാണ്? കോമൺ നെയിം, സയന്റിഫിക് നെയിം, സീഡ് റേറ്റ്, സ്പേസിംഗ്, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ, വെറൈറ്റീസ് എപ്പോഴും ഞാൻ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എഴുതി നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ചില്ലി, മുളക്. ചില്ലി നമ്മൾ ക്യാപ്സിക്കം സ്പീഷ്യസ് ആണ് കോമൺലി നമുക്ക് പറയാം. ഇനി അതിനകത്ത് തന്നെ പല സ്പീഷ്യസ് ഉണ്ട്. അത് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്കത് നോക്കാം. അപ്പം ചില്ലിയുടെ സെന്റർ ഓഫ് ഒറിജിൻ വരുന്നത് ട്രോപ്പിക്കൽ അമേരിക്കയാണ്. ആനുവൽ ഓർ സെമി പെരണിയൽ, ചിലത് ആനുവൽ ഉണ്ട്, ചിലത് പെരണിയൽ നേച്ചർ ഉണ്ട്. നമുക്ക് നോക്കാം. മോഡ് ഓഫ് പോളിനേഷൻ ഓഫൻ ക്രോസ് പോളിനേറ്റഡ് ആയ ക്രോപ്പാണ്. ദെൻ കളർ ആൻഡ് പഞ്ചൻസി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊത്തത്തിൽ നമുക്ക് ഒരുപാട് ക്രോപ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസിന്റെ ഒക്കെ ചില പിഗ്മെന്റുകളുടെ പേരുകൾ അല്ലെങ്കിൽ അതിനകത്ത് പഞ്ചൻസി കൊടുക്കുന്ന കെമിക്കൽ ഏതാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രോപ്പർട്ടി കൊടുക്കുന്ന കെമിക്കൽ ഏതാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള പഞ്ചൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ചില്ലിക്ക് ആ പറയുന്ന റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ക്യാപ്സാന്തിൻ. ടൊമാറ്റോ ഏതായിരുന്നു? ദാറ്റ് ഇസ് ലൈക്കോപ്പിൻ. ഇവിടെ ക്യാപ്സാന്തിൻ. ഓക്കെ. ഇനി യെല്ലോ കളർ നൽകുന്നത് ല്യൂട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ഇനി പഞ്ചന്റ് പ്രിൻസിപ്പിൾ, അതായത് ചില്ലിക്ക എരിവ് പഞ്ചൻസി കൊടുക്കുന്നത് ക്യാപ്സൈസിൻ. അപ്പൊ ഇത് മാറിപ്പോരുത്. ക്യാപ്സാന്തിൻ എന്ന് പറയുന്നത് പിഗ്മെന്റ് ആണ്, ക്യാപ്സൈസിൻ എന്ന് പറയുന്നത് പഞ്ചന്റ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോകരുത്. ഇനി പറയുന്ന ഇമ്പോർട്ടൻറ്റ് സ്പീഷ്യസ്. അപ്പൊ നമ്മൾ ക്യാപ്സിക്കം സ്പീഷ്യസും ജസ്റ്റ് പറഞ്ഞു. ക്യാപ്സിക്കത്തിന് നമുക്ക് 5 കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്പീഷ്യസ് ഉണ്ട്. അപ്പം ആ 5 അതിന്റെ ക്യാരക്ടേഴ്സും ജസ്റ്റ് ഒന്ന് നോക്കാം. ആ 5 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി അതിന്റെ ഫ്ലവർ സ്ട്രക്ചറും ഫ്ലവറിന്റെ കളറും അനുസരിച്ചാണ്. അതുകൂടി അറിഞ്ഞിരിക്കുക. പിന്നെ അതിന്റെ ബിയറിംഗ് നേച്ചർ, ആനുവലാണോ സെമി പെരണിയലാണോ പെരണിയലാണോ എന്നുള്ള നേച്ചർ കൂടി അതിന്റെ ഒരു അടിസ്ഥാനമാണ്. ഓക്കെ. ഒന്നാമത്തത് ക്യാപ്സിക്കം ആനം. ക്യാപ്സിക്കം ആനം എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സ്വീറ്റ് പെപ്പർ. നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, നമ്മുടെ ബെൽ പെപ്പർ അല്ലെങ്കിൽ സ്വീറ്റ് പെപ്പർ എന്ന് പറയുന്ന ക്യാപ്സിക്കം വരുന്നത് ഈ പറയുന്ന കാറ്റഗറിയിലാണ്, ക്യാപ്സിക്കം ആനം. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് ആനം. അപ്പൊ എന്തായിരിക്കും? അത് ആനുവൽ ബിയറിംഗ് ആയിരിക്കും, ആനുവൽ നേച്ചർ ആയിരിക്കും. പിന്നെ പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ കളർ ഇവിടെ കാണാം, നല്ല വൈറ്റ് കളർ ആയിരിക്കും ഫ്രൂട്ട്, ക്യാപ്സിക്കം ആനം. അടുത്തത് ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താ ഇത് കാന്താരി മുളകാണ്. അപ്പം ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ് ടെബാസ്കോ പെപ്പർ അല്ലെങ്കിൽ ബേർഡ് ഐ പെപ്പർ എന്ന് നമ്മൾ പറയും. അത് പെരണിയൽ ഇൻ നേച്ചർ ആണ്, യെല്ലോയിഷ് വൈറ്റ് ഫ്ലവേഴ്സ്. ക്യാപ്സിക്കം ആനം പോലെ പ്യൂർ വൈറ്റ് ആയിരിക്കില്ല, ഒരു സ്ലൈറ്റ് യെല്ലോയിഷ് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. പിന്നെ ഹൈ പഞ്ചൻസി, അതൊരു എല്ലാവർക്കും അറിയാമല്ലോ, കാന്താരി മുളകിന് എന്തായിരിക്കും? നല്ല പഞ്ചൻസി ഉണ്ടായിരിക്കും. ആൻഡ് ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസിൽ, അതായത് കാന്താരി മുളകിന്റെ ഒരു വെറൈറ്റിയാണ് വെള്ളായണി സമൃദ്ധി. അത് ഓർത്തിരിക്കുക, വെള്ളായണി സമൃദ്ധി. വേണമെങ്കിൽ എക്സാമിൽ ഇങ്ങനെ ചോദിക്കാം, വെറൈറ്റി വെള്ളായണി, ചില്ലി വെറൈറ്റി വെള്ളായണി സമൃദ്ധി ബിലോങ്സ് ടു വിച്ച് സ്പീഷ്യസ്. അപ്പം സ്പെസിഫിക് ആയിട്ട് ഏത് സ്പീഷ്യസ് ആണെന്ന് ചോദിക്കാം. നമ്മളത് മുളകെന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. മുളകിന്റെ തന്നെ ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസിലാണ് വെള്ളായണി സമൃദ്ധി അല്ലെങ്കിൽ കാന്താരി മുളക് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ക്യാപ്സിക്കം ചൈനൻസ്. ക്യാപ്സിക്കം ചൈനൻസ് എന്ന് പറയുന്നത് ഇതും നല്ല പഞ്ചൻസി ഉണ്ട്, പ്രിഫേഴ്സ് ഹൈ റെയിൻഫോൾ ഏരിയാസ്, കൺസ്ട്രക്ഷൻ ബിലോ കാലിക്സ്. ഇതിന്റെ കാലിക്സിന്റെ അടിയിൽ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് വെറൈറ്റീസ് വരുന്നത് മാലി ചില്ലി, നമ്മൾ ഉണ്ടമുളക് അല്ലെങ്കിൽ മാലി മുളക് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, കാന്താരി മുളക് വരുന്നതും ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസിൽ, മാലി ചില്ലി മാലി മുളക് അല്ലെങ്കിൽ ഉണ്ടമുളക് വരുന്നതും ക്യാപ്സിക്കം ചൈനൻസിലാണ്. അതിനകത്ത് തന്നെയാണ് വെള്ളായണി തേജസ് എന്ന് പറയുന്ന വെറൈറ്റിയും ബൂട്ട് ജൊലൈക്ക എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഹയസ്റ്റ് പഞ്ചന്റ് ആയിട്ടുള്ള ചില്ലി, ഏറ്റവും എരിവ് കൂടിയ ചില്ലി എന്ന് പറയുന്നത് ബൂട്ട് ജൊലൈക്കയാണ്, അല്ലെങ്കിൽ നാഗ കിങ് ചില്ലി എന്ന് പറയും. അതുകൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഫോർ ജനറൽ നോളജ്. ദെൻ വെള്ളായണി തേജസ് ഇതിനകത്ത് വരുന്നത് ക്യാപ്സിക്കം ചൈനൻസിൽ വരുന്നു, വെള്ളായണി സമൃദ്ധിയോടെ വരുന്നു, ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസിൽ വരുന്നു. ഒന്ന് മാലിമുളക്, ഒന്ന് കാന്താരി മുളക്, ആ വ്യത്യാസം അത് നമുക്ക് മുളക് കണ്ടറിയാമല്ലോ. അടുത്തത് ക്യാപ്സിക്കം ബക്കേറ്റ്. ക്യാപ്സിക്കം ബക്കേറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലവർ നോക്കി, ഫ്ലവറിനകത്ത് ഒരു യെല്ലോ കളർ ഉണ്ട്. അപ്പം യെല്ലോ ടാൻ ഓർ ബ്രൗൺ സ്പോട്ട്സ് ഓൺ കൊറോള. കൊറോളയിൽ ഈ പറയുന്ന ഒരു സ്പോട്സ് കാണാം. ആൻഡ് പ്രൊമിനന്റ് കാലിക്സ് ടീത്ത് ഉണ്ട്, പ്രൊമിനന്റ് കാലിക്സ് ടീത്ത് കാണാം. അതാണ് ക്യാപ്സിക്കം ബക്കേറ്റത്തിന്റെ പ്രത്യേകത.
അടുത്തത് ക്യാപ്സിക്കം പ്യൂബിസെൻസ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ഫ്ലവർ കളർ അതായത് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ ആയിരിക്കും. ഫ്ലഷ് ഈസ് തിക് വിത്ത് റൂഗോ സീഡ്സും. ഫ്ലവർ കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ക്യാപ്സിക്കം ആനം, ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്, ക്യാപ്സിക്കം ചൈനൻസ്, ക്യാപ്സിക്കം ബക്കേറ്റം, ക്യാപ്സിക്കം പ്യൂബിസെൻസ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിബിൾ സ്പീഷീസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ക്യാപ്സിക്കം പ്യൂബിസെൻസ് വരെ അങ്ങനെ 5 കൾട്ടിവേറ്റഡ് സ്പീഷീസ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറയുന്ന 5 കൾട്ടിവേറ്റഡ് സ്പീഷീസിന്റെയും പേര് അറിഞ്ഞിരിക്കുക. വെറൈറ്റീസ് ഇത് നമ്മുടെ POP കൊടുത്തിട്ടുള്ള വെറൈറ്റീസ് ആണ്. അപ്പം POP ഇപ്പം പന്ത് C1 എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അത് നമ്മുടെ KU റിലീസ് ചെയ്തതല്ല, പക്ഷെ നമുക്ക് KU റെക്കമെൻഡ് ചെയ്യുന്ന വെറൈറ്റീസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റീസും? ജ്വാല സഖി, ജ്വാലാമുഖി, ജ്വാല, പന്ത് C1, K2, വെള്ളായണി അതുല്യ, കീർത്തി, വെള്ളായണി തേജസ് ആൻഡ് വെള്ളായണി സമൃദ്ധി. വെള്ളായണി തേജസ് എവിടെ വരുന്നത് നമ്മൾ കണ്ടു, ക്യാപ്സിക്കം ചൈനൻസ്. വെള്ളായണി സമൃദ്ധി എവിടെ വരുന്നു? ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്. വെള്ളായണി അതുല്യ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മുളക്, അതായത് ക്യാപ്സിക്കം ആനത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ബ്രിഞ്ചോളിൽ കണ്ടതുപോലെ ബാക്ടീരിയൽ വിൽറ്റിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഈ പറയുന്ന ഉജ്ജ്വലയും അനുഗ്രഹം. ഈ പറയുന്ന ഉജ്ജ്വല നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് ചില്ലി വെറൈറ്റീസ് ഏതൊക്കെയാണ്? ഉജ്ജ്വലയും അനുഗ്രഹയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 3 ക്രോപ്സിലും ടൊമാറ്റോയിലും ചില്ലിയിലും ബ്രിഞ്ചോളിലും ബാക്ടീരിയൽ വിൽറ്റ് നമുക്ക് സൊളനേഷ്യസ് വെജിറ്റബിൾസിന് അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ സൊളനേഷ്യസ് വെജിറ്റബിൾസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖം ഏതാണെന്ന് ഒരു തവണ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ബാക്ടീരിയൽ വിൽറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വാട്ടം. അപ്പൊ അതിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ അറിഞ്ഞിരിക്കാം. ടൊമാറ്റോയില് ശക്തി, മുക്തി, അനഘ, വെള്ളായണി, വിജയ്, മനുപ്രഭ, മനുലക്ഷ്മി ഒക്കെ, അക്ഷയ ഒക്കെ. ഇവിടെ നമുക്ക് ബ്രിഞ്ചോൾ വരുമ്പോഴത്തേക്കും സൂര്യ, ശ്വേത, ഹരിത, നീലിമ, പുന്നി. വെറൈറ്റീസ് ചില്ലിയുടെ വരുമ്പോഴത്തേക്കും ഉജ്ജ്വലയും അനുഗ്രഹയും. ക്ലിയർ ആണല്ലോ? അടുത്തത് IAHR വെറൈറ്റീസ് ഒരു ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അർക്ക ആവിർ, അർക്ക ലോഹിത്, അർക്ക ഖ്യാതി, അർക്ക സുഖല, അർക്ക ശ്വേത, ഹരിത, മേഘന. അതിന് മൂന്നിനും ഒരു പ്രത്യേകതയുണ്ട്. മൂന്നും F1 ഹൈബ്രിഡ്സ് ആണ്. എന്തിന്റെ ബേസിലാണ്? അതായത് മെയിൽ സ്റ്റെറിലിറ്റി. ചില്ലിയിലും മെയിൽ സ്റ്റെറിലിറ്റി വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഹൈബ്രിഡ്സ് ഉണ്ട്. ഇപ്പം അർക്ക ഖ്യാതിയിൽ കൊടുത്തിട്ടുണ്ട് CMS സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറൈൽ ബേസ്ഡ് ഹൈൽഡിങ് F1 ഹൈബ്രിഡ് ആണ്. അത് നമുക്ക് അങ്ങനെ POP-ലൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേരള PSC എക്സാമുകൾക്ക് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. JRF ആസ്പെക്ട്സിലൊക്കെയാണ് അങ്ങനെ ചോദിക്കാറ്. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന മെയിൽ സ്റ്റെറിലിറ്റി വഴി ഡെവലപ്പ് ചെയ്തതാണ് അർക്ക ശ്വേത, ഹരിത, മേഘന, അർക്ക ഖ്യാതി. ഓക്കെ, ഇത് കൂടാണ്ട് നമുക്ക് പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലീസ് ചെയ്ത CH1, CH3 ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എങ്കിലും അറിഞ്ഞിരിക്കാം. അടുത്ത കമ്മിങ് ടു ക്ലൈമറ്റ് ആൻഡ് സോയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ആണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ, റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ വേണം. അധികം അത്ര സലൈനിറ്റി, മാൽക്കലൈനിറ്റി ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. Then coming to planting. Plantingന്റെ ടൈം ഏപ്രിൽ മെയ് കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ ഇറിഗേറ്റഡ് ക്രോപ്പ് ആണെങ്കിൽ പ്ലാന്റിംഗ് ഇറ്റ് പിറ്റ്സോ ട്രെഞ്ചസോ പിറ്റ്സിലോ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. സീഡ് റേറ്റ് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ 3 വർഷത്തെ ഇതിന് മുന്നേ നടന്ന അഗ്രികൾച്ചറൽ ഓഫീസർ എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചില്ലി സീഡ് റേറ്റ് ദാറ്റ് ഇസ് 1 kg per hectare ആണ്. സ്പേസിംഗ് 45 സെന്റിമീറ്റർ ബൈ 45 സെന്റിമീറ്റർ. അവിടെ തന്നെ വൈറ്റ് കാന്താരി, നമ്മുടെ കാന്താരികളൊക്കെ നമുക്കറിയാം അത് കുറച്ചും കൂടെ സ്പ്രെഡിങ് ആയിട്ട് നമ്മുടെ സാധാ മുളക് ചില്ലി വളരുന്ന പോലെ അല്ലല്ലോ. കാന്താരി മുളക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പടർന്നു നിൽക്കും. സോ അതിനെന്ത് വേണം? കുറച്ചും കൂടെ സ്പേസിങ് കൂടുതൽ വേണം. 45 ബൈ 45 അല്ല, 75 ബൈ 45 to 60 സെന്റിമീറ്റർ ആണ് കാന്താരിക്ക് വേണ്ടത്. ദെൻ നമുക്ക് ഇനിഷ്യൽ സമയത്തും ടെമ്പററി ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ വാടിപ്പോകാതിരിക്കുമ്പോൾ ടെമ്പററി ഷെയ്ഡ് കൊടുക്കാം. അടുത്ത മാനുവറിങ് ആൻഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ. ഇത് സെയിം ആണ് ആസ് ദാറ്റ് ഓഫ് നമ്മുടെ ടൊമാറ്റോയും ബ്രിഞ്ചോളിന്റെയും. ഫാം യാർഡ് മാനുവർ 20 to 25 tons per hectare, 75, 40, 25 kg NPK per hectare, ഹാഫ് നൈട്രജൻ, ഫുൾ ഫോസ്ഫറസ്, ഹാഫ് K ബേസിലായിട്ട് കൊടുക്കുന്നു. 1/4 നൈട്രജനും ഹാഫ് ഡോസ് ഓഫ് പൊട്ടാസ്യവും 30 days ആഫ്റ്റർ പ്ലാന്റിംഗ് കൊടുക്കുന്നു. റിമൈനിങ് 1/4 നൈട്രജൻ 60 days ആഫ്റ്റർ പ്ലാന്റിംഗ് കൊടുക്കുന്നു. ഇനി ഇറിഗേഷൻ കൊടുക്കുക പ്രോപ്പർ ആയിട്ട് 3 to 4 days ഇന്റർവെല്ലിൽ. ബീഡിംഗ് കൊടുക്കുക, ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, സ്റ്റേക്കിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ സ്റ്റേക്കിംഗ് കൊടുക്കുക. ഇത്തരത്തിലുള്ള ആഫ്റ്റർ കൾട്ടിവേഷൻ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് ഇവിടെ ഉള്ളത്.
ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ചില്ലി 3 ക്രോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ലെവലും. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലും ഒന്നോ രണ്ടോ മുളകിന്റെ തയ്യോ അല്ലെങ്കിൽ തക്കാളി വഴുതനയൊക്കെ കാണും. നമ്മളൊന്ന് നമ്മുടെ വീടിന്റെ പരിസരത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന പച്ചക്കറികളിൽ ഇങ്ങനെയുള്ള വളപ്രയോഗവും അല്ലെങ്കിൽ അതിന്റെ അസുഖങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ കോമൺ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴും നമ്മൾ ഒട്ടുമിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ആസ്പെക്ട് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആസ്പെക്ട്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പഞ്ചൻ പ്രിൻസിപ്പിൾ പ്രസന്റ് ഇൻ ചില്ലി. ചില്ലിയിലുള്ള പ്രിൻസിപ്പിൾ, പഞ്ചൻ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ്? ലൈക്കോപീൻ, ക്യാപ്സൈസിൻ, ക്യാപ്സാന്തിൻ, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ആൻസർ ഈസ് ക്യാപ്സൈസിൻ. ക്യാപ്സൈസിൻ ആണ് പഞ്ചന്റ് പ്രിൻസിപ്പിൾ. ക്യാപ്സാന്തിൻ എന്തായിരുന്നു? ക്യാപ്സാന്തിൻ ഈസ് കളറിംഗ് പിഗ്മെന്റ് ആണ്. ലൈക്കോപീൻ എടുത്ത പിഗ്മെന്റ് ആയിരുന്നു ടൊമാറ്റോയിലെ കളറിംഗ് പിഗ്മെന്റ് ആണ്. അത് മാറിപ്പോകും. ഓക്കെ, അടുത്തതായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചില്ലി വെറൈറ്റീസ് ആർ റെസിസ്റ്റന്റ് ടു ബാക്ടീരിയൽ വിൽറ്റ്. ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില്ലി വെറൈറ്റീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അനുഗ്രഹ, ഉജ്വല, സൂര്യ ആൻഡ് ബോത്ത് എ ആൻഡ് ബി. ഏതാണ്? ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. 3 ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ്. അനുഗ്രഹയും ഉജ്വലയും ചില്ലിയുടെ വെറൈറ്റി, സൂര്യ എന്ന് പറയുന്നത് ബ്രിഞ്ചോളിന്റെ വെറൈറ്റി. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ സീഡ് റേറ്റ് ഓഫ് ചില്ലി. ഇതൊരു കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 100 gram per hectare, 1 kg per hectare, 400 gram per hectare, 350 gram per hectare. എത്രയാണ്? ആൻസർ ഈസ് 1 kg per hectare. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ 1 kg ആണ് ചില്ലിയുടെ റെക്കമെൻഡഡ് സീഡ് റേറ്റ് അക്കോർഡിംഗ് ടു KUPOP. ഓക്കെ, ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റി സൈറ്റുകളിലും ബുക്കിലൊക്കെ ചിലത് കൂടുതലായിരിക്കും. ഈ പറയുന്ന സീഡ് റേറ്റ് സ്പേസിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു അഗ്രോക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് കർണാടക അല്ലെങ്കിൽ വേറെ അടുത്തൊരു അഗ്രോക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. പക്ഷെ നമ്മൾ കേരള PSC എക്സാമിനേഷൻ ഈ പറയുന്ന POP ബേസ് ചെയ്ത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഈ പറയുന്ന സീഡ് റേറ്റ് സ്പേസിംഗ് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഫസ്റ്റ് ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് F1 ഹൈബ്രിഡ് ഓഫ് ബ്രിഞ്ചോൾ ഇൻ ഇന്ത്യ. ഏതാണ്? ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് F1 ഹൈബ്രിഡ് വിൽറ്റ് റെസിസ്റ്റന്റ് F1 ഹൈബ്രിഡ്. സൂര്യ, ശ്വേത, നീലിമ ആൻഡ് ഓൾ ഓഫ് ദീസ്. ആൻസർ ഈസ് നീലിമ. എല്ലാം തന്നെ എന്തിന്റെ വെറൈറ്റീസ് ആണ്? ബ്രിഞ്ചോളിന്റെ വെറൈറ്റീസ് ആണ്. സൂര്യയും ശ്വേതയും നീലിമയും 3 ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് ആണ്. ബട്ട് അവർ ക്വസ്റ്റ്യൻ ഈസ് ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് F1 ഹൈബ്രിഡ്. ഹൈബ്രിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് നീലിമ. ഓക്കെ, നീലിമ പർപ്പിൾ കളറാണ്. അപ്പൊ നമുക്ക് ബ്രിഞ്ചോളിൽ തന്നെ പർപ്പിൾ കളറും ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റിഷ് കളർ വരുന്നത്. ശ്വേത എന്ന് പറയുന്ന ഒരു ഗ്രീനിഷ് വൈറ്റ് കളർ വരുന്നതാണ്. Then what is the recommended dose of fertilizers in kilogram per hectare for solanaceous vegetables? Solanaceous vegetables in the recommended dose of fertilizer ആണ് ചോദിച്ചിരിക്കുന്നത്. 75, 40, 25, 75, 25, 25, 100, 50, 50. ഏതാണ്? ആൻസർ ഇസ് യെസ് 75, 40, 25 kg per hectare ആണ് എന്തിന്റെ റെക്കമെൻഡഡ് ഡോസ് ഓഫ് ഫെർട്ടിലൈസർ? സോളനേഷ്യസ് വെജിറ്റബിൾസിന്റെ മൊത്തത്തിൽ. ഇനി രണ്ടാമത് 75, 25, 25 കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കുക്കുർബിറ്റേഷ്യസ് വെജിറ്റബിൾസിന്റെ ഫെർട്ടിലൈസർ ഡോസ് ആണ്. ദെൻ 100, 50, 50 ഉണ്ട്. നമുക്ക് അമരാന്തസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ആസ്പെക്ട്സ് ഇപ്പം സോളനേഷ്യസ് ക്രോപ്സ് ഏകദേശം 3 കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഓരോ ക്രോപ്പ് കഴിയുന്നതനുസരിച്ച് നിങ്ങൾ ഒരു ടേബിൾ തുടക്കത്തിൽ ഉണ്ടാക്കി വെക്കുക. ഒരു സൈഡിൽ ക്രോപ്പ് എന്റെ കോമൺ നെയിം, രണ്ടാമത്തെ കൂടെ അതിന്റെ സയന്റിഫിക് നെയിം എഴുതുക, പിന്നെ അതിന്റെ സീഡ് റേറ്റ് എഴുതുക, സ്പേസിംഗ് എഴുതുക, വെറൈറ്റീസ് എഴുതുക, ഫെർട്ടിലൈസർ റിക്വയർമെന്റ്. ഇതൊരു ടേബിൾ ആയിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്ന ഓരോ ക്രോപ്പും അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് വെച്ച് പഠിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴാണ് എക്സാമിന്റെ ഒരു അവസാന സമയം നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന്റെ തൊട്ട് തലേ ദിവസമൊക്കെ നമ്മൾ ഈ പറയുന്ന 10, 15, 20, 30 പേജ് നമുക്ക് എടുത്ത് വായിക്കുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന സംഭവം ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് എഴുതി വെച്ച് പഠിക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. അപ്പൊ നമ്മൾ 2 ക്ലാസ് കൊണ്ടിട്ടും ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ചില്ലി കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒളരികൾച്ചർ, നമുക്കറിയാം നമ്മുടെ സിലബസിൽ ഹോർട്ടിക്കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒളരികൾച്ചർ സെപ്പറേറ്റ് ഒരു മൊഡ്യൂൾ ആയിട്ടാണ്. പിന്നെ അതിനകത്ത് ഇനി ബാക്കി ആസ്പെക്ട്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇനി സെഷൻസ് വരുമ്പോൾ ചോദിക്കാം. ഓക്കെ,